പെട്ടെന്നുള്ള ദേഷ്യത്തിലും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലും ഒരാൾ പറഞ്ഞ വാക്കുകളോർത്ത് അയാളെ വെറുക്കരുത്. മനുഷ്യരാണ്, തെറ്റ് പറ്റും, അതൊക്കെ ക്ഷമിച്ചും സ്നേഹിച്ചും കഴിയുന്നതാണ് ജീവിതം. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ കണ്ണീരിനു പിന്നിലുള്ള കാരണം അവരല്ല എന്ന് കാണിച്ചു കൊടുക്കലാണ്. ഭർത്താവിൽ നിന്നും സ്നേഹം ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളിടത്തോളം ഭാര്യ പിണങ്ങുകയും വാശി പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി പിണക്കവും വാശിയുമെല്ലാം അവസാനിച്ചു പോകുന്നു. ഒരാൾ നമ്മളോട് നുണ പറയുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം അയാൾ നുണ പറഞ്ഞു എന്നതു മാത്രമല്ല, ഇനിയൊരിക്കലും അയാളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടല്ലോ, അതിൻ്റെ വേദന വളരെ വലുതാണ്. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ കാരണം അവരെങ്ങനെ പെരുമാറിയാലും നിങ്ങളവരുടെ കൂടെ കാണുമെന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. കടം കൊടുക്കുന്ന കാശും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെയാവും. ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. ഒരാൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും തേടി വരുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അയാളേക്കാൾ മനോഹരമായി ആർക്കും നിങ്ങളെ സ്നേഹിക്കാനാവില്ല. തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്ന ആളുകളെ അവരറിയാതെ ഒന്ന് വീക്ഷിക്കണം. ആരുമില്ല എന്ന് ഉറപ്പുവരുന്ന നിമിഷങ്ങളിൽ ഉള്ളുപിടഞ്ഞ് അവർ തേങ്ങിക്കരയുന്നത് കാണാം. പറയാതെ പറയുന്ന അവരുടെ നൊമ്പരങ്ങളാണ് പലപ്പോഴും പൊട്ടിത്തെറികളായി പുറത്തുവരുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ സങ്കടം മറ്റൊരാളോട് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ പരാജയം മൂലമാണ്. ചില്ലകൾക്ക് ഇലകളോട് മിണ്ടാൻ സമയമില്ലാതാകുമ്പോഴാണ് എവിടെ നിന്നോ വന്ന കാറ്റിനോട് ഇലകൾ സങ്കടം പറയുന്നത്.